യോഗം നമ്പർ 6 വാശ ഗുളൂചിയാതി കഷായം. ഇതും സിമ്പിൾ യോഗമാണ്, 2 വരിയേ ഉള്ളൂ. വാശ ഗുഡൂചി ത്രിഫല കട്വി ഭൂനിംബ നിംബജ സക്ഷൗദ്രയുതോ ഹന്തി പാണ്ഡ് പിത്ത അസ്ര കാമല. ഇതിലുള്ളത് വാശ, ഗുഡൂചി, ത്രിഫല 3 ഡ്രഗ് ഉണ്ട്. കടുക്കാനെല്ലിക്ക, താനിക്ക, കട്വി, ഭൂനിംബ, നിംബജ അങ്ങനെ 8 ഡ്രഗാണ് ഇതിലുള്ളത്. നമ്മുടെ ഈ മഴക്കാലത്ത് മെയിനായിട്ട് നമ്മുടെ ഈ വാട്ടറൊക്കെ മലിനമായിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന മഞ്ഞപ്പിത്തം, ആ ഒരു കണ്ടീഷനിൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫെക്ഷൻ കണ്ടീഷനുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഷായമാണ് വാശ ഗുഡൂചിയാതി കഷായം. അപ്പോൾ ഇതിൻ്റെ അനുപാനം കണ്ടോ, ക്ഷൗദ്രമാണ് പറഞ്ഞിരിക്കുന്നത്, തേനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആചാര്യൻ ചരക്ക് സംഹിതയിൽ ആചാര്യൻ പറയുന്നുണ്ട്, നമ്മുടെ ഋതുചര്യ അധ്യായത്തിൽ പറയുന്നുണ്ട്, വർഷകാലത്ത് നമ്മൾ എല്ലാ ആഹാരത്തിൻ്റെ കൂടെ എല്ലാം ക്ഷൗദ്രം ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ക്ഷൗദ്രത്തിനൊരു ഗ്രാഹി സ്വഭാവമുണ്ട്. അപ്പോൾ ഗ്രാഹി സ്വഭാവം ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത വെള്ളത്തെ, ജലത്തെ, അതിപ്പം ഈവൻ ഇംപ്യൂർ വാട്ടർ, മലിനജലമാകട്ടെ, അതിനെ വരെ അത് ഗ്രഹിച്ച് കളയാനുള്ളൊരു കഴിവ് ക്ഷൗദ്രത്തിനുണ്ട്. അപ്പം ക്ഷൗദ്രമാണ് വർഷകാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ആചാര്യം പറയുന്നത്. അതുകൊണ്ടാവാം ഈ വാശ ഗുഡൂചിയാതി കഷായത്തിൽ ഈ ക്ഷൗദ്രം നമ്മൾ അനുപാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ക്ഷൗദ്രം യൂസ് ചെയ്താൽ നമ്മുടെ ബോഡിയിലുള്ള ആ മലിനമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ, മലിനമായിട്ടുള്ള ജലത്തിനെ, എക്സസ് ആയിട്ടുള്ള ജലാംശത്തിനെ വലിച്ചെടുത്ത് പുറത്ത് കളയാനുള്ളൊരു കഴിവ് ക്ഷൗദ്രത്തിനുണ്ട്. അതുകൊണ്ടാവാം അത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അനുപാനമായിട്ട്. അപ്പോൾ സക്ഷൗദ്രയുതോ ഹന്തി പാണ്ഡു പിത്ത അസ്ര കാമല. പാണ്ഡു എന്നറിയാം, അനീമിയ, പിത്ത അസ്ര കാമല, പിത്തം റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ രക്തം റിലേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാമല, മഞ്ഞപ്പിത്തത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വാശ ഗുഡൂചിയാതി കഷായം. ഇനി ഇതിൻ്റെ ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡ്രഗ് വാശ, ആടലോടകം, ആടത്തോട വാസിക്ക. സെക്കൻഡ് ഗുഡൂചി, ചിറ്റമൃത്, ടീനോസ്പോറ കോഡിഫോളിയ. പിന്നെ പറയുന്ന 3 ത്രിഫല, ഹരീതകി, ആമലകി, വിഭീതകി, കടുക്ക, നെല്ലിക്ക, താനിക്ക. ഹരീതകി കടുക്ക, ടെർമിനാലിയ ചെബുല. ആമലകി നെല്ലിക്ക, പില്ലാന്തസ് എംബ്ലിക്ക. വിഭീതകി താനിക്ക, ടെർമിനാലിയ ബെല്ലേറിക്ക. കട്വി കടുകുരോഹിണി, പൈക്കുറൈസ കുറോവ. ഭൂനിംബ, ഇത് കിരിയാത്ത് എന്ന് പറയുന്നൊരു ഡ്രഗാണ് നമ്മൾ സാധാരണ ഈ നാട്ടിലുള്ള കഷായങ്ങളിലൊക്കെ എടുക്കുന്നത്. ശരിക്കും കാളമേഘം എന്ന് പറയുന്ന ഒരു ഡ്രഗാണ്. അത് നമുക്ക് കിട്ടാനായിട്ട് വളരെ റെയറാണ്. അതുകൊണ്ട് കിരിയാത്താണ് ഉപയോഗിക്കുന്നത്. ഭൂനിംബ എന്ന് പറഞ്ഞാൽ കിരിയാത്തെന്നും ഒരു സിനോണിമുണ്ട്. കിരിയാത്തിനും ഭൂനിംബ എന്ന് പറയുന്നൊരു സിനോണിമുണ്ട്. അപ്പോൾ കിരിയാത്താണ് മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. സോഷ്യ കിരാഡ. കാളമേഘമാണെങ്കിൽ ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇനി നിംബജ എന്ന് പറഞ്ഞാൽ ആര്യവേപ്പ് അറിയാം, അസഡിറാക്റ്റ ഇൻഡിക്ക. ഇതിനെല്ലാം ഈ 8 ഡ്രഗ്സ് കഷായം വെച്ച് ഹണി, ക്ഷൗദ്രം അനുപാനമായി ചേർത്താണ് ഈ മെഡിസിൻ, ഈ വാശ ഗുളൂചിയാതി കഷായം നമ്മൾ കഴിക്കുന്നത്. ഓക്കെ.